നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം വളരെ വേഗം പൂർത്തിയാക്കും. ഇനി 27-ഉം 28-ഉം അധ്യായങ്ങൾ, 2 അധ്യായങ്ങൾ കൂടി കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പഠനം പൂർത്തിയാവും. ദൈവം നമുക്ക് തന്ന എല്ലാ വെളിപ്പെടുത്തലുകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി. അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി ദേശാധിപതിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസിനെ ഏൽപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ യഹൂദന്മാരുടെ കോടതിക്ക് യേശുവിന് വധശിക്ഷ ചുമത്താനേ പറ്റൂ. ആ ശിക്ഷ നടപ്പാക്കാനുള്ള അവകാശമില്ല. റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് ആരെയും വധിക്കുവാനുള്ള അവകാശമില്ല. മോശയുടെ നിയമപ്രകാരം ദൈവദൂഷണ കുറ്റം അവർ യേശുവിൽ കണ്ടുപിടിച്ചു. എങ്കിലും ആ കുറ്റം അനുശാസിക്കുന്ന ശിക്ഷ നടപ്പിലാക്കാനുള്ള അവകാശം അന്നവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭരണം നിർവഹിച്ചിരുന്ന റോമൻ ഭരണകൂടത്തിൻ്റെ കയ്യിലേക്ക് യേശുവിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ റോമൻ സാമ്രാജ്യം വധശിക്ഷ വിധിക്കുന്ന ഒരു കുറ്റം യേശുവിൽ അവർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ റോമൻ ഭരണകൂടത്തിൻ്റെ നിയമം അനുസരിച്ച്, റോമൻ ആധിപത്യത്തിൻ്റെ നിയമം അനുസരിച്ച് ദൈവദൂഷണം വധശിക്ഷ അറിയിക്കുന്ന കുറ്റമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത് റോമൻ നിയമത്തിൻ്റെ കീഴിൽ വധശിക്ഷ വിധിക്കാവുന്ന ഒരു കുറ്റം യേശുവിൽ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് അവർ രാജ്യദ്രോഹ കുറ്റം, ഭരണാധികാരിയായ സീസറിനെതിരെ ഗൂഢാലോചന നടത്തി സീസറിനെ ബഹുമാനിക്കേണ്ടതില്ല, നികുതി കൊടുക്കേണ്ടതില്ല, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിച്ച് റോമൻ ഭരണകൂടത്തിനെതിരെ ഒരു വിപ്ലവം ആസൂത്രണം ചെയ്തു എന്ന നിലയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ യേശുവിനെ വിചാരണ ചെയ്ത് ആ രാത്രിയിൽ തന്നെ നിയമവിരുദ്ധമായി കൂടിയ ആ കോടതിയിൽ യേശുവിനെ വിചാരണ ചെയ്തതിന് ശേഷം പീലാത്തോസിനെ ഏൽപ്പിക്കുന്നത്. അപ്പം അതാണിത്. പ്രഭാതമായപ്പോൾ, അപ്പോൾ വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞു, വെള്ളിയാഴ്ച രാവിലെയായി. വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി. അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി ദേശാധിപതിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. റോമൻ ഗവർണറാണ് പീലാത്തോസ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ റോമൻ ഭരണകൂടത്തിനു വേണ്ടി, ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടി യഹൂദന്മാരുടെ ഭരണകാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ് പീലാത്തോസ്. പീലാത്തോസ് AD 26 മുതൽ AD 36 വരെയായിരുന്നു യഹൂദന്മാരുടെ ഗവർണർ ആയി ചുമതലയേറ്റിരുന്നത്. അദ്ദേഹം ഭരണം നിർവഹിച്ച് AD 26 മുതൽ 36 വരെ. അപ്പോൾ പീലാത്തോസിന്റെ ചരിത്രം നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. വളരെ കിരാതമായ മനസ്സുള്ള ഒരാളായിരുന്നു പീലാത്തോസ്. കൈ കഴുകി മാറിയ ശുദ്ധഗതിക്കാരനായിരുന്നില്ല പീലാത്തോസ്. പീലാത്തോസിനെ കുറിച്ച് മറ്റ് സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് ലൂക്കായിലൊക്കെ പരാമർശമുണ്ട്. ഗലീലിയക്കാരായ ചിലരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി. ബലിയർപ്പിക്കാനായിട്ട് വന്ന യഹൂദര് വിപ്ലവം നടത്താൻ വന്നതാണെന്നുള്ള ഒരു ആരോപണം ആരോ ഉന്നയിച്ചപ്പോൾ ആ ബലിയർപ്പിക്കാൻ വന്ന യഹൂദരുടെ രക്തം കൂടി അവരുടെ ബലികളിൽ പീലാത്തോസ് കലർത്തി. അതിനെക്കുറിച്ച് ലൂക്കാ സുവിശേഷത്തിൽ സൂചനയുണ്ട്. പീലാത്തോസ് അത്ര നല്ലവനായിരുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ വിചാരണയ്ക്കായി യേശുവിനെ കണ്ടുമുട്ടുന്ന രംഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇപ്പോൾ പീലാത്തോസിനെ ഏൽപ്പിച്ചു. ഇനി ഈ പീലാത്തോസിന്റെ മുമ്പിൽ യേശു വിചാരണ ചെയ്യപ്പെടുന്നതിനിടയ്ക്ക് മറ്റൊരു എപ്പിസോഡ് മത്തായിയിലേക്ക് അവതരിപ്പിക്കാൻ. അത് യൂദാസിന്റെ മരണമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം യൂദാസ് ഏതോ ഒരു തെറ്റിദ്ധാരണയ്ക്ക് വശംവദനായാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. തീർച്ചയായിട്ടും അയാൾ ധനമോഹിയായിരുന്നു, പണം അയാളുടെ ബലഹീനതയായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ
30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ യേശു രക്ഷപ്പെടുമെന്ന ഒരു വിദൂരമായ ചിന്തയെങ്കിലും യൂദാസിന് ഉണ്ടായിരുന്നിരിക്കണം. യൂദാസ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവണം. അതായത് യേശു രക്ഷപ്പെടുമായിരിക്കും. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? അതുകൊണ്ടാണ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞാൽ യേശു ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്ന് യൂദാസ് വിചാരിച്ചിരുന്നു. അപ്പൊ എന്താണ് യൂദാസിന് സംഭവിച്ചത്? ഈ യാത്രയിൽ ഉടനീളം ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യപുത്രൻ ഇതാ ജെറുസലേമിലേക്ക് പോകുന്നു. അവൻ ജനപ്രമാണികളുടെയും നിയമജ്ഞരുടെയും പുരോഹിതന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ കുരിശിൽ തറയ്ക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വചനം ഗ്രഹിച്ചില്ല എന്ന ഒരു തെറ്റ് യൂദാസിലുണ്ട്. അതായത് യേശു വധിക്കപ്പെടും, യേശു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്ന് ഈശോ തന്നെ 3ആവർത്തി ഈ യാത്രയുടെ അന്ത്യരംഗത്തോടടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. യൂദാസ് അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അതാണ് വചനത്തെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കി, ശരിയായി മനസ്സിലാക്കിയില്ല എന്നൊരു തെറ്റ് യൂദാസിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പോരായ്മ യൂദാസിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂദാസ് യേശു ശിക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, തൻ്റെ പ്രതീക്ഷകൾക്ക് കടകവിരുദ്ധമായി യേശു ശിക്ഷിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അവൻ്റെ മനസ്സ് തകർന്നു. അപ്പൊ ഇവിടെ മത്തായി ശ്ലീഹ പറയുകയാണ്, അവൻ പശ്ചാത്തപിച്ചു. പശ്ചാത്തപിച്ചു എന്ന് മാത്രമല്ല, യേശുവിന് വിലയിട്ട, യേശുവിൻ്റെ വിലയായി പുരോഹിതന്മാരുടെ കൈകളിൽ നിന്ന് അവൻ ഏറ്റുവാങ്ങിയ 30 വെള്ളി നാണയങ്ങൾ അവൻ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെയും തിരികെ ഏൽപ്പിച്ചു. പശ്ചാത്തപിച്ചു, തെറ്റ് തിരുത്തി. ഈ 2 കാര്യം യൂദാസ് ചെയ്തു. യേശു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യൂദാസ് പശ്ചാത്തപിച്ചു, വാങ്ങിയ പണം തിരിച്ചു കൊടുത്തു. പിന്നെ എന്താണ് യൂദാസിന് സംഭവിച്ച അപകടം? എവിടെയാണ് യൂദാസിന് പിന്നെ പിഴച്ചത്? യൂദാസ് ഈ 2 കാര്യങ്ങൾ ചെയ്തു. 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അത് യൂദാസ് ചെയ്തില്ല. പത്രോസ് ചെയ്തതും യൂദാസ് ചെയ്യാത്തതുമായൊരു കാര്യം, യേശുവിലേക്ക് തിരിച്ച് വന്നു, തിരിഞ്ഞു നോക്കി, യേശുവിൻ്റെ ദൃഷ്ടിപഥത്തിലേക്ക് മടങ്ങി വന്നു. പിടിക്കപ്പെട്ട യേശുവിൻ്റെ അടുത്തേക്ക് യൂദാസിന് വരാൻ പറ്റുമോ, ചെല്ലാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ ഈ കുരിശിൻ്റെ യാത്രയിൽ, ഈ കുരിശ് മരത്തിലേക്ക്, കാൽവരി മലയിലേക്ക് യേശു പോകുന്ന ആ യാത്രക്കിടയിൽ യേശുവിനെ അനുഗമിച്ച യോഹന്നാനെ പോലെ, യേശുവിനെ അനുഗമിച്ച പരിശുദ്ധ അമ്മയെ പോലെ, ഈ യാത്രക്കിടയിൽ യേശുവിൻ്റെ ഈ ദൈന്യമായ ആ ഗാഗുൽത്ത മലയിലേക്കുള്ള യാത്രയെ ഓർത്ത് വിലപിച്ച സ്ത്രീകളെ പോലെ കരഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് നേരമെങ്കിലും എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തെറ്റുതിരുത്താൻ കഴിവുള്ള, തെറ്റ് ക്ഷമിക്കാൻ കഴിവുള്ള, രക്തം കൊണ്ട് പാപത്തെ കഴുകി വിശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് യൂദാസ് ചെന്നിരുന്നെങ്കിൽ യൂദാസിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഇതാണ് യൂദാസ് ചെയ്തത്. 2 കാര്യങ്ങൾ യൂദാസ് അത്ര മോശക്കാരനല്ല. പശ്ചാത്തപിച്ചു, തെറ്റുതിരുത്തി. പക്ഷേ പാപം മോചിക്കാൻ കഴിവുള്ളവൻ്റെ അടുത്തേക്ക് യൂദാസ് മടങ്ങി വന്നില്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പത്രോസ് യേശുവിനെ കണ്ടു. യേശുവിൻ്റെ കണ്ണുകളിൽ പത്രോസിൻ്റെ കണ്ണുകൾ കോർത്തുടക്കി. അവിടെ യേശുവിൻ്റെ ദയാനിർഭരമായ കണ്ണുകളിൽ നിന്നൊഴുകിയ മഹാകാരുണ്യത്തിൻ്റെ ആ ധാര, അത് പത്രോസിനെ അനുതാപത്തിലേക്ക് നയിച്ചു. എന്നാൽ യൂദാസ് അനുതാപത്തിലേക്കോ പാപബോധത്തിലേക്കോ പോകുന്നതിന് പകരം കുറ്റബോധത്തിൽ നീറി ആത്മഹത്യയുടെ ഒരു മുഴം കയറിൽ ഒടുങ്ങുകയാണ്. അപ്പൊ സംഭവിക്കുന്നത് യൂദാസ് യേശുവിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു പാഠമായിട്ട് കാണേണ്ടത്, തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ യേശുവിലേക്ക് തിരിച്ചു വരണം, യേശുവിനെ നോക്കണം, യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം, യേശുവിൽ നിന്ന് ഈ മഹാകാരുണ്യം സ്വീകരിക്കണം. അപ്പം ഇത് പ്രധാനപ്പെട്ടതാണ്. യൂദാസിന് അത് അത്രയും ഒരു വിവേകം, ഒരു കൃപ യൂദാസിന് കിട്ടിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാവം ചെയ്തിരിക്കുന്നു. ഇപ്പൊ കണ്ണുകളിൽ നിന്ന് ഈ തിമിരത്തിന്റെ പാട അഴിഞ്ഞു വീണു. അവന് ശരിയായ വെളിച്ചം കിട്ടി, അവന് ബോധ്യം കിട്ടി, അവൻ ചെയ്തത് തെറ്റാണെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്, അത് നിന്റെ കാര്യമാണ്. ഇതാണ് പാപത്തിന് കൂട്ടുവരുന്നവരുടെ അവസ്ഥ.
പാപത്തിന് കൂട്ടുവരുന്നവർ നാളെ നമ്മളോട് പറയാൻ പോകുന്നത് ഇതാണ്: അതിന് ഞങ്ങൾക്കെന്ത്? നാളെ നിന്റെ മനസാക്ഷിയുടെ കോടതി വരാന്തയിൽ, മനസാക്ഷിയുടെ കോടതി മുറിയിൽ നീ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നിന്നോടൊപ്പം പാപത്തിന് കൂട്ടുനിന്നവരോ നിന്നോടൊപ്പം പാപത്തിന് സഹകരിച്ചവരോ ഉണ്ടാവില്ല. പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാനായി നീ നിന്റെ ഊഴങ്കാത്ത് നിൽക്കുമ്പോൾ പാപത്തിന് സഹകരിച്ചവരാരും നിന്റെ ഒപ്പം ഉണ്ടാവില്ല. ഒരു ചോദിക്കുകയാണ്: അതിന് ഞങ്ങൾക്കെന്ത്? ഇത്രയും നേരം ഒരു സമൂഹമായി, ഒരു ഗ്രൂപ്പായി യേശുവിനെതിരെ ഗൂഢാലോചന നടത്തി യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ കളമൊരുക്കിയവർ കൈമലർത്തി കാണിക്കുകയാണ്. അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. കണ്ടോ, അത് നിന്റെ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. നാളെ ആരും അതിന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ആരും നമ്മളെ അതിന് സഹായിക്കാനുണ്ടാവില്ല. ഓരോരുത്തരും ദൈവത്തിന്റെ കോടതിയിൽ, ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിന് മുമ്പിൽ വ്യക്തിപരമായി, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വം. എസെക്കിയേൽ പറയുന്നത് പോലെ അപ്പൻ മുന്തിരിങ്ങ തിന്നതിന് മകന്റെ പല്ല് പൊളിക്കില്ല. മകൻ മുന്തിരിങ്ങ തിന്നാൽ, പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പൊളിക്കും. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതിന് ഞങ്ങൾക്കെന്ത്? വെള്ളി നാണയങ്ങൾ, അതായത് ഇനി അവരോട് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആ നിരാശയുടെ ആഴത്തിൽ വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. അപ്പൊ ഇവിടെ ദേവാലയത്തിലേക്ക് ഈ നാണയം അവൻ വലിച്ചെറിഞ്ഞു. യേശുവിനെ വിൽക്കാൻ അവനെ പ്രേരിപ്പിച്ച ആ നാണയത്തിന് അവന് സമാധാനം കൊടുക്കാൻ പറ്റിയില്ല. അവൻ ആശ്രയം കണ്ടെത്തിയ സമ്പത്തിന് അവന് സമാധാനം കൊടുക്കാൻ പറ്റിയില്ല. ഒടുവിൽ ഏത് പാപവും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന കടുത്ത നിരാശയിലേക്ക് കൂപ്പുകുത്തി വീണ് ഇനി ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ലെന്ന് തെറ്റിദ്ധരിച്ച് യേശുവിലേക്ക് മടങ്ങി വരാനുള്ള വഴിയൊരുങ്ങപ്പെടാതെ അവൻ ഗഹന്ന താഴ്വരയിലാണ്. ഈശോ പറഞ്ഞില്ലേ, പുഴുചാകാത്തതും തീ കടാത്തതുമായ താഴ്വര എന്ന് ഈശോ പറഞ്ഞ ആ ഗഹന്ന ബെൻഹിന്നോൻ താഴ്വര, ആ താഴ്വരയിലാണ് ഒരു മരക്കൊമ്പിൽ അവന്റെ ശരീരം തൂങ്ങിയാടുന്നത്. അപ്പൊ അവര് പറഞ്ഞെന്താണ്? പുരോഹിതന്മാർ, പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. ഇത് രക്തത്തിന്റെ വിലയാണ്. ആരുടെ രക്തത്തിന്റെ? അവരെന്താ പറയുന്നത്? ആരുടെ രക്തത്തിന്റെ വിലയാണ്? ഇവനെന്താ പറഞ്ഞ? നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഊറ്റിക്കൊടുത്തു. അപ്പൊ ഇവര് സമ്മതിക്കുകയല്ലേ? ഇത് അവർ സമ്മതിക്കുകയാണ്, ഞങ്ങൾ കുരിശിലേറ്റുന്നത് ഒരു നിരപരാധിയാണ്. അവർ സമ്മതിക്കുകയാണ്, ഞങ്ങൾ ഇപ്പോൾ ഈ വില കൊടുത്ത്, ഈ പണം കൊടുത്ത്, ഈ കൈക്കൂലി കൊടുത്ത് പിടിച്ചു കെട്ടി പീലാത്തോസിന്റെ കോടതി വരാന്തയിൽ നിർത്തിയിരിക്കുന്നത് ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ നിരപരാധിയാണ്. അവർ സമ്മതിക്കുകയാണ്, ഇത് രക്തത്തിന്റെ പണമാണ്, ഇതിനകത്ത് നീതിയില്ലെന്ന് അവർ സമ്മതിക്കാം. തങ്ങൾ ചെയ്തു കൂട്ടിയത് മുഴുവൻ അനീതിയായിരുന്നു എന്നവർ തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പൊ ഇത് രക്തത്തിന്റെ പണമാകയാൽ ദേവാലയത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നതിലില്ലാത്തൊരു കുറ്റബോധം, രക്തം പുരണ്ട പണം ദേവാലയത്തിൽ ഇടുന്നതിന് ഇവർക്ക് തോന്നുകയാണ്. ഈ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിരപരാധികളിൽ വെച്ച് ഏറ്റവും നിരപരാധിയായ ഒരു മനുഷ്യനെ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് വിചാരണ കോടതിക്ക് മുമ്പിൽ നിർത്തി കുരിശിത്തറയ്ക്കാൻ പോകുമ്പോൾ ഇല്ലാത്തൊരു മനോവേദന ഈ രക്തം പുരണ്ട പണം ഭണ്ഡാരത്തിലിടുമ്പോൾ ഇവർക്ക് തോന്നുകയാണ്. ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യും. മനസ്സിലായോ? വലിയ കാര്യത്തിൽ കുറ്റബോധമില്ല. ഈ പൈസ സ്വോത്ര കാഴ്ച ഇടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വലിയ കാര്യത്തിൽ കുറ്റബോധമില്ല. ഇതിനേക്കാൾ വലിയ പാവപ്പെട്ടവന്റെ കഴുത്തറത്തതിൽ കുറ്റബോധമില്ല. അവനോട് കൊള്ളപ്പലിശ വാങ്ങിയതിൽ കുറ്റബോധമില്ല. അവന്റെ കണ്ണുനീര് കാണാതിരുന്ന അവന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരഞ്ഞതിൽ കുറ്റബോധമില്ല. അവൻ വാടക കൊടുക്കാനില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതിൽ കുറ്റബോധമില്ല.
ആകെ കുറ്റബോധം എന്തിനാണ്? ഞായറാഴ്ച പള്ളിയിൽ ചിലര് താമസിച്ചു പോയി, കുറ്റബോധമാണ്. പള്ളി താമസിച്ചു പോകണമെന്നാണോ പറയുന്നത്? അല്ല, മറിച്ച് ഇതാണ് വലിയ കാര്യത്തെ കാണാതെ പോകുന്നു. വലിയ കാര്യത്തെ കാണാതെ പോകുന്നു. വലിയ കാര്യത്തെ കാണാതെ പോയിട്ട് വൈരാഗ്യം, വെറുപ്പ്, പക, കൊലപാതക ചിന്ത, ഇതിനെയൊന്നും ഗൗരവമായിട്ട് എടുക്കാതെ കുഞ്ഞു 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 കാര്യങ്ങളിൽ സ്ക്രൂപ്പിളായി ചിന്തിക്കുന്ന ഒരുതരം മനസ്സുണ്ട്. അതാണിത്. അപ്പോൾ അവർ കൂടിയാലോചിച്ച്, 7-ാമത്തെ വാക്യം, അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പെന്നറിയപ്പെടുന്നു. പ്രവാചകനായ ജെറമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി. അവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങൾ എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിനായി കൊടുത്തു. 2 പ്രവചനങ്ങളാണ് പൂർത്തിയാവുന്നത്. പ്രവചനങ്ങൾ പൂർത്തിയാവുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് 2 പ്രവചനങ്ങൾ ഇവിടെ പൂർത്തി. ഒന്ന് സക്കറിയ പ്രവചനം 11-ാം അധ്യായം 13-ാം വാക്യം. ഞാനിതൊക്കെ നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി വിടുകയാണ്, അതൊന്നും എടുത്ത് വായിക്കുന്നില്ല. സക്കറിയ പ്രവചനം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജെറമിയ പ്രവചനം 32-ാം അധ്യായം 6 മുതൽ 14 വരെ വാക്യങ്ങൾ. ഈ 2 പ്രവചനങ്ങൾ നിറവേറുന്ന വിധത്തിലാണ് അവർ കുശവന്റെ പറമ്പ് വാങ്ങുന്നത്. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. പ്രധാനപ്പെട്ട വാക്യങ്ങളായത് നമുക്ക് വായിക്കാം. 11 മുതൽ 27-ാം അധ്യായം 11 മുതൽ. യേശു ദേശാധിപതിയുടെ മുമ്പിൽ നിന്നു. ദേശാധിപതി ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞു, നീ തന്നെ പറയുന്നല്ലോ. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവന്റെ മേൽ കുറ്റമാരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. തന്നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു. അപ്പൊ പീലാത്തോസിന്റെ മുമ്പിൽ ഈശോ നിൽക്കുന്ന സമയത്ത് പീലാത്തോസിന് മനസ്സിലാവുകയാണ് യേശു നിരപരാധിയാണ്. പീലാത്തോസിന് മനസ്സിലാവുകയാണ്. അപ്പോ റോമൻ നിയമം അനുസരിച്ച് ഒരു കുറ്റവാളി തൻ്റെ ഭാഗം ന്യായീകരിക്കാതിരുന്നാൽ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കുറ്റവാളി തൻ്റെ ഭാഗം ന്യായീകരിക്കാതിരുന്നാൽ അയാൾ കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത്, നിനക്കൊന്നും പറയാനില്ലേ? നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ ഭാഗം നീ ഡിഫെൻഡ് ചെയ്യുന്നില്ലേ? നിനക്ക് പ്രതിരോധിക്കാൻ ഒന്നുമില്ലേ? എന്തെല്ലാം ആരോപണങ്ങളാണ് ഇവർ പറയുന്നത്, നീ എന്താണൊന്നും മറുപടി പറയാത്തത്? തൻ്റെ ജീവൻ സ്വമനസാലെ കുരിശിലേക്ക് ഇതിനോടകം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന യേശു ഒന്നിനും മറുപടി പറയില്ല. മരിക്കാൻ അവൻ ഉറപ്പിച്ച് നിൽക്കുകയാണ്. തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഇനി അവന് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറയില്ല. തിരുവഴുത്തുകൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് അവൻ ബന്ധിക്കാൻ തന്നെ നിർത്തിക്കൊടുക്കുന്നത്. അപ്പൊ ഇനി ഒരാരോപണത്തിന് പോലും ഈശോ മറുപടി പറയുന്നില്ല. നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞു, നീ തന്നെ പറയുന്നല്ലോ. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവന്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. ഈ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അത് രാജ്യദ്രോഹ കുറ്റമാണ്. കാരണം യഹൂദന്മാരുടെ ഭരണം റോമൻ ഭരണകൂടത്തിനാണ് യഹൂദന്മാരെ ഭരിക്കുന്നത്. രാജാവ് സീസറാണ്. അപ്പൊ ആരെങ്കിലും യഹൂദന്മാരുടെ രാജാവ് ഞാനാണെന്ന് പറഞ്ഞ് വന്നാൽ അവൻ സീസറിനെതിരെ പരസ്യമായ വെല്ലുവിളി നടത്തുകയാണ്. അത് രാജ്യദ്രോഹ കുറ്റമാണ്. അതുകൊണ്ടാണ് ആ കുറ്റം അവന്റെ മേൽ ആരോപിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് കലാപത്തിന് ഇവൻ ഇളക്കി വിടുന്നു എന്ന കുറ്റമാണ് പീലാത്തോസിന്റെ മുമ്പാകെ നിർത്തുമ്പോൾ യേശുവിൽ ചുമത്തിയിരിക്കുന്നത്. അപ്പൊ യേശു ഒന്നും മറുപടി പറയുന്നില്ല. നീ അങ്ങനെ പറയുന്നല്ലോ എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ഇത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവന്റെ നിശബ്ദത ദേശത്തിന്റെ അധിപതിയെ നടുക്കിക്കളഞ്ഞു. ഇനി ആരോപണത്തിനൊന്നും മറുപടി പറയാതെ നിൽക്കുകയാണ്. ഇനി 27-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അതായത് പെസഹ തിരുനാളിന് ദേശാന്തരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് അല്ലെ 10,000-കണക്കിന് യഹൂദന്മാര് ജെറുസലേമിൽ വന്നുകൂടുന്നൊരു സമയമായതുകൊണ്ട് ഈ യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രധാനപ്പെട്ട തിരുനാളിലും ഒരു കുറ്റവാളി എന്ന് പറഞ്ഞാൽ റോമൻ പട്ടാളത്തിനെതിരെ, റോമൻ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നടത്തിയ കലാപകാരികളിൽ ഒരാളെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അപ്പൊ അത് യഹൂദന്മാരായിരിക്കും.
യഹൂദ ജനത്തിന് പ്രിയപ്പെട്ട ആളുകളായിരിക്കും ഈ കുറ്റവാളികൾ. അവർ യഹൂദ മതത്തിന് വേണ്ടി, യഹൂദ വംശത്തിന് വേണ്ടി സമരം നടത്തിയ ആളുകളാണ്. അങ്ങനെ ഈ റോമൻ പട്ടാളത്തിനെതിരെ സമരം നടത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളെ പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അന്ന് അവർക്ക് ബറാബാസ് എന്ന് പേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവ് പുള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഞാൻ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ? അസൂയ നിമിത്തമാണ് അവർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ശ്രദ്ധിച്ചേ, അതായത് മാനവരാശി 2 പേരെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ആരെ വേണം? ഇവിടുത്തെ ഒരു വളരെ കൗതുകകരമായ ഒരു പ്രത്യേകത, ഈ ആളുടെ പേരെന്താണ്? ബറാബാസ്. ബർ ആബാസ് എന്ന് പറഞ്ഞാൽ ബർ തിമേയൂസ് എന്ന് പറഞ്ഞാൽ തിമേയൂസിന്റെ പുത്രൻ. ബർ യോന എന്ന് പറഞ്ഞാൽ യോനായുടെ പുത്രൻ. ബറാബാസ് എന്ന് പറഞ്ഞാൽ ആബായുടെ പുത്രൻ, പിതാവിന്റെ പുത്രൻ. ബറാബാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പിതാവിന്റെ പുത്രൻ. ഇനി ഈ ബറാബാസിന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയാമോ? യേശു ബറാബാസ്. പഴയ തിരുവെഴുത്തുകളുടെ പഴയ ചുരുളുകളിൽ പലയിടങ്ങളിലും ഈ ആളുടെ പേരെഴുതിയിരിക്കുന്നത് യേശു ബറാബാസ് എന്നാണ്, ജീസസ് ബറാബാസ്. അപ്പൊ അതേ 2 ജീസസ് നിൽക്കുകയാണ് ഇവിടെ. 2 പേരും ആബായുടെ പുത്രന്മാരാണ്. പിതാവിന്റെ 2 മക്കളെ മുന്നിൽ നിർത്തിയിട്ട് മാനവരാശിയോട് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെ വേണം? നിങ്ങൾ ഈ 2 പേരിൽ ആരെ തിരഞ്ഞെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ തലവര തിരുത്തപ്പെടും. നിങ്ങൾക്ക് പിതാവിന്റെ ഏറ്റവും നല്ല പുത്രനെ വേണോ, പിതാവിന്റെ ഏറ്റവും മോശപ്പെട്ട പുത്രനെ വേണോ? നിങ്ങൾക്ക് പിതാവിന്റെ ഏറ്റവും നല്ല മകനെ വേണോ, ഏറ്റവും കൊള്ളരുതാത്ത മകനെ വേണോ? whom do you choose? ആരെ വേണം? ജനക്കൂട്ടം പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ഞങ്ങൾക്ക് തിന്മ മതി, ഞങ്ങൾക്ക് നന്മയുടെ നിറകുടമായ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ആ ഏറ്റവും പ്രിയപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും നമ്മൾ നേരിടുന്ന ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തു തീരുമാനം എടുക്കുമ്പോഴും ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. നിനക്ക് ആരെ വേണം? യേശുവിനെയോ ബറാബാസിനെയോ? നമ്മളൊരു തെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് വീഴുകയാണ്. നിനക്ക് ആരെ വേണം? യേശുവിനെയോ ബറാബാസിനെയോ? നമ്മളൊരു തിന്മയിലേക്ക് പോകുന്ന സമയത്ത് ഈ ചോദ്യം ഇങ്ങനെ മുന്നിലേക്ക് വരികയാണ്. നിനക്ക് ആരെ വേണം? യേശുവിനെയോ ബറാബാസിനെയോ? 2-1 തിരഞ്ഞെടുത്തേ പറ്റൂ. ഈ 2-1, ജീവനും മരണവും നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു. 2-നും വഴിയില്ല. ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം. നിനക്ക് എന്ത് വേണം? പൗലോസ് പറയുന്നില്ലേ, പാപത്തിന്റെ ശമ്പളം മരണം, എന്നാൽ കൃപയിൽ നിലനിന്ന് സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വം അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും അക്ഷയത്വവും. ഈ 2 വഴിയേ ഉള്ളൂ മനുഷ്യന്റെ മുമ്പിൽ. ഒന്നുകിൽ തിന്മയുടെ വഴി, ഒന്നുകിൽ ബറാബാസിന്റെ വഴി, അല്ലെങ്കിൽ യേശുവിന്റെ വഴി. ഇനി ഈ 2 പേരും വിമോചിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. ബറാബാസ് തീവ്രവാദം നടത്തി യഹൂദരെ വിമോചിപ്പിക്കാൻ വന്നതാണ്. യേശു ക്രിസ്തു സഹനത്തിന്റെ പൂർത്തീകരണത്തിലൂടെ, സഹനത്തിന്റെ പൂർണ്ണതയിലൂടെ മാനവരാശിയെ വിമോചിപ്പിക്കാൻ വന്ന ആളാണ്. നിനക്ക് ആരെ വേണം? അപ്പൊ മനുഷ്യരാശിയോട് ദൈവം ഈ ചോദ്യം ചോദിക്കുകയാണ്. മാനവരാശി കൺഫ്രണ്ട് ചെയ്യപ്പെടുകയാണ് ഈ ചോദ്യത്തിന് മുമ്പിൽ. ആരെ വേണം? ബെസ്റ്റ് വേണോ, ബെസ്റ്റ് വേണോ, വേസ്റ്റ് വേണോ? ഏറ്റവും നല്ലത് വേണോ, ഏറ്റവും മോശം വേണോ? അപ്പൊ ഈ സമയത്ത് ജനക്കൂട്ടം പറയുകയാണ്, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ഇനി പീലാത്തോസ് എന്തുകൊണ്ടാണ് യേശുവിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്? ഒന്നാമത്തെ കാര്യം, ഇയാൾക്ക് യേശു നിരപരാധിയാണെന്ന് അറിയാമായിരുന്നു. രണ്ടാമത്തെ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇവരുടെ മുഴുവൻ
പ്രകടനങ്ങളും ഇവരുടെ ആരോപണങ്ങളെല്ലാം കാണുമ്പോൾ അയാൾക്ക് മനസ്സിലായി അസൂയ നിമിത്തമാണ്. അതാണ് പറയുന്നത്, അസൂയ നിമിത്തമാണ് ഇവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. രണ്ടാമതായിട്ട് ഇയാളുടെ ഭാര്യ, 19-ാമത്തെ വാക്യം, മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. ഒരു കാര്യം ഇയാൾക്ക് മനസ്സിലായി, ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഈ സാക്ഷികളും സാക്ഷിമൊഴികളും ജനക്കൂട്ടത്തിന്റെ ആരവും പ്രധാന പുരോഹിതന്മാരുടെ ഇടപെടലുകളും ഒക്കെ പറയുന്നുണ്ട്, ജനക്കൂട്ടത്തെ ഇളക്കി വിടുന്നതും. അപ്പോൾ ഒരു ഭരണാധികാരി ഇത് വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഭരണപാഠവും അനുസരിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ നിരപരാധിയാണ്. യേശുവിനെ എങ്ങനെ മുമ്പിൽ നിർത്തിയിട്ട് പീലാത്തോസ് യേശുവിനെ ശ്രദ്ധിക്കുമ്പോൾ പീലാത്തോസിന് മനസ്സിലായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ തലേന്ന് കണ്ട സ്വപ്നത്തിൽ ആ ഭാര്യയ്ക്ക് മനസ്സിലായി നിരപരാധിയാണ് തന്റെ ഭർത്താവ് കുറ്റം വിധിക്കാൻ പോകുന്നത്. അപ്പോൾ ഭാര്യ ഒരു കത്ത് കൊടുത്തു വിട്ടു, അവന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ വളരെയധികം ക്ലേശിച്ചു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? സ്വജാതികൾക്ക് മനസ്സിലാവാത്തത് വിജാതികൾക്ക് മനസ്സിലായി. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. സ്വജാതികൾക്ക് യേശുവിനെ പിടിയിട്ടിട്ടില്ല. നിങ്ങൾ ആർത്തു വിളിക്കാത്തത് കൊണ്ട് ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഈ വിജാതീയനായിരുന്ന, ഒരു നരാധമനായിരുന്ന, കിരാതനായിരുന്ന, വലിയ ക്രിമിനൽ മനസ്സുണ്ടായിരുന്ന പീലാത്തോസിന് പോലും മനസ്സിലായി ഇവൻ നിരപരാധിയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ജനക്കൂട്ടത്തെ അവർ ഇളക്കി വിട്ടു. വായിക്കാം 20-ാമത്തെ വാക്യം. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു, ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, ബറാബാസിനെ. പീലാത്തോസ് അവരോട് ചോദിച്ചു, അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അവൻ അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മയാണ് ചെയ്തത്? അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. ജനക്കൂട്ടത്തെ മുഴുവൻ അവരിളക്കി വിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ 3 തവണ ചോദിക്കുകയാണ്. 3 തവണ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ എന്ത് ചെയ്യണം? അവനെ കുരിശി തറയ്ക്കുക. അപ്പൊ ഒരു വഴിയില്ലെന്ന് കണ്ടപ്പോൾ പീലാത്തോസിന് പ്രധാനം യേശുവല്ല, അവന്റെ അധികാരമാണ്. സീസറിനെതിരെ കലാപം ഇളക്കി വിട്ടൊരു മനുഷ്യനെ പീലാത്തോസ് ഈ ജനക്കൂട്ടത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിട്ടുകൊടുത്താൽ പീലാത്തോസിന്റെ കസേര തെറിക്കും, സീസറിന് അപ്പീൽ പോവും. അപ്പൊ പീലാത്തോസ് ശരിയായി സീസറിനെതിരെ കലാപം ഇളക്കി വിട്ട ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാനോ വിധി നടപ്പാക്കാനോ പീലാത്തോസ് ശ്രമിച്ചില്ല എന്ന പേരിൽ ഇവന്റെ കസേര പോവും. യേശുവിനേക്കാൾ പീലാത്തോസിന് പ്രധാനം അവന്റെ അധികാര കസേരയാണ്. അതുകൊണ്ട് പീലാത്തോസ് കൂടുതൽ തനിക്ക് ഛേദം വരുന്ന ഒരു ശ്രമം എടുക്കാതെ അവൻ എന്ത് ചെയ്യുന്നു? എന്നാൽ കുറ്റബോധമുണ്ട് താനും, ഭാര്യ പറഞ്ഞൊക്കെ മനസ്സിലുണ്ട്, ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയുകയും ചെയ്യാം. കുറ്റബോധം ഒഴിവാക്കാൻ വേണ്ടി വെള്ളം കൊണ്ട് കൈ കഴുകി. പീലാത്തോസ് വെള്ളം എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകി. ഈ വെള്ളം കൊണ്ട് കഴുകിയാൽ ആത്മാവിലെ കറകൾ പോവില്ല. അതിനൊരു വഴിയേ ഉള്ളൂ, ഈ മുമ്പിൽ നിൽക്കുന്നവന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ചോര കൊണ്ട് കഴുകണം. അത് പീലാത്തോസിന് അറിയാൻ പറ്റാതെ പോയി. അവനീ തളികയിലെടുത്ത വെള്ളത്തിനകത്ത് കൈ കഴുകിയാൽ ഇവന്റെ പാപത്തിന്റെ കറ പോവില്ല. ആ കറ പോക്കാൻ മുമ്പിൽ വന്ന് രക്താങ്കിതമായി, ശരീരം മുഴുവൻ രക്തവർണമായി, ശിരസ് മുതൽ പാദം വരെ രക്തം ഒഴുകി നിൽക്കുന്ന, മുൾക്കിരീടം തറച്ചും ദേഹം മുറിഞ്ഞു നിൽക്കുന്നവന്റെ ചോര കൊണ്ട് കഴുകിയാലേ പാപം മോചിക്കപ്പെടൂവെന്ന് അയാൾ അറിയാതെ പോയി. പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അപ്പൊ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. ഒരു വാക്ക്. പിന്നീട് 19 നൂറ്റാണ്ട് ഈ സന്തതികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അലഞ്ഞു നടന്നു. 1945 ഇസ്രായേൽ എന്നൊരു രാജ്യം വീണ്ടും രൂപീകരിക്കപ്പെടുന്നത് വരെ 19 നൂറ്റാണ്ട് ഈ ജനത
ഈ വാക്കിൻ്റെ പരിഹാരം ചെയ്ത് അലഞ്ഞാടുന്നു. അവര് പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.